കുറച്ച് ദിവസങ്ങളായിട്ട് 2-3 ദിവസമായിട്ട് ഈ ഒരു കാര്യം സോഷ്യൽ മീഡിയയിൽ ചർച്ചാ വിഷയമാണ്. എങ്കിലും ഞാൻ ഈ പോസ്റ്റ് കണ്ടപ്പോൾ എനിക്കത് വീണ്ടും 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 വിശ്വസിക്കാതിരിക്കാൻ പറ്റിയില്ല. ഇദ്ദേഹം എഴുതിയിരിക്കുന്നത് രവി TR എന്ന് പറയുന്ന ഒരാളുടെ ഫേസ്ബുക്ക് പോസ്റ്റാണ്. ഞാൻ ആ ഫേസ്ബുക്ക് പോസ്റ്റ് ഒന്ന് വായിക്കാം. ഞാനും ഞെട്ടിപ്പോയി ഇത് കണ്ടപ്പോൾ കേട്ടപ്പോൾ എല്ലാം. രാഷ്ട്രീയമാണെങ്കിലും എന്തൊക്കെ കാര്യങ്ങളാണെങ്കിലും അതിനൊരു മര്യാദയുണ്ടല്ലോ, ഒരു ഡിഗ്നിറ്റി കീപ്പ് ചെയ്യില്ലേ ആരാണെങ്കിലും. ഇത് അതുപോലും ഇല്ലാതെ വെറും തറ പരിപാടി. അങ്ങനെയാണ് എനിക്ക് ഈ പോസ്റ്റ് വായിച്ചപ്പോൾ ഫീൽ ചെയ്തത്. പോസ്റ്റ് ഞാൻ വായിക്കാം. കഴിഞ്ഞ ദിവസം ലോക്സഭയിലുണ്ടായ വളരെ വേദനാജനകമായ ഒരു കാര്യം നിങ്ങളേവരും അറിഞ്ഞിരിക്കുമല്ലോ. ഭാരതത്തിന്റെ ജനാധിപത്യത്തിന്റെ ശ്രീകോവിൽ എന്നറിയപ്പെടുന്ന പാർലമെന്റിൽ ഉണ്ടാകാമായിരുന്ന വലിയൊരു സംഭവം നടക്കാതെ പോയി. രാഹുൽ ഗാന്ധി പറയുന്നു, മോദി, നിങ്ങളുടെ ഇമേജ് ഞങ്ങൾ കഷ്ണം കഷ്ണമായി മുറിച്ചു മാറ്റും. വാക്കുകൾ ശ്രദ്ധിക്കണം എന്ന്. അണിയറയിൽ മറ്റൊരു നാടകം റിഹേഴ്സൽ നടക്കുന്നു. മോദി ലോക്സഭയിലേക്ക് ഇടനാഴിയിലൂടെ കടന്നു വരുമ്പോൾ സ്ത്രീകളായ 3 MP-മാർ തടയുക. വലിയ ബാനർ ഉയർത്തിപ്പിടിച്ച CCTV-യിൽ പതിയാതെ നോക്കുക. ആ സമയം സ്ത്രീ MP-മാർ സ്വന്തം ബ്ലൗസ് വലിച്ചു കീറുക. അങ്ങനെ മോദി സ്ത്രീ MP-മാരെ വസ്ത്രാക്ഷേപം ചെയ്തു എന്ന് ലോകത്തോട് വിളിച്ചു പറയുക. എത്ര ഹീനമായ തിരക്കഥ! ഇതൊക്കെ ആസൂത്രണം ചെയ്തത് കേരളീയർ നെഞ്ചിലേറ്റിയ വയനാട് MP പ്രിയങ്ക ഗണ്ഡി. കോൺഗ്രസ് MP-മാർ ആണെങ്കിലും സ്ത്രീയുടെ മാനത്തിന്റെ വിലയറിയാവുന്ന അവർ സ്പീക്കർക്ക് മുന്നറിയിപ്പ് കൊടുത്തു. അതുകൊണ്ട് സ്പീക്കർ പ്രധാനമന്ത്രിയോട് സഭയിൽ വരണ്ട, ഇവിടെ ചില അനിഷ്ട സംഭവങ്ങൾ ഉണ്ടാകാൻ ഇടയുണ്ട് എന്ന് പറഞ്ഞു. അങ്ങനെ നന്ദി പ്രമേയ ചർച്ചയിൽ മോദി പങ്കെടുക്കാതെ പ്രമേയം സ്പീക്കർ പാസാക്കി. മോദിയെ നിങ്ങൾക്ക് ഒരു ചുക്കും ചെയ്യാനാവില്ല. സത്യം, ധർമ്മം, നീതി ഇവ വെച്ചു പുലർത്തുന്നവരെ ഒരു ദുഷ്ടശക്തിക്കും ഒന്നും ചെയ്യാൻ കഴിയില്ല. എല്ലാ അപകടങ്ങളിൽ നിന്നും അത്ഭുതകരമായി രക്ഷപ്പെടും. തപശക്തിയും സാധനയും ധ്യാനവും അനുഷ്ഠിക്കുന്ന ഒരാൾക്ക് നേരെ വരുന്ന അപകടങ്ങളെ പ്രകൃതി തന്നെ തട്ടിമാറ്റും. ശ്രീകൃഷ്ണ പരമാത്മാവിനെ അപായപ്പെടുത്താൻ എത്ര തവണ എത്ര ദുഷ്ടശക്തികൾ ശ്രമിച്ചു, എന്നിട്ട് എന്തുണ്ടായി? സത്യസായി ബാബയെയും അമൃതാനന്ദമയി ദേവിയെയും അപായപ്പെടുത്താൻ എത്ര ശ്രമങ്ങൾ നടന്നു, എന്തുകൊണ്ട് പരാജയപ്പെട്ടു? സജ്ജനങ്ങളെ സംരക്ഷിക്കാൻ പ്രകൃതി തന്നെ സുരക്ഷാ വലയം തീർത്തുകൊള്ളും. നന്ദി, നമസ്കാരം. ഇത് വായിച്ചപ്പോൾ ഞാൻ ആകമാനം ഞെട്ടിപ്പോയി. ഒരു രാജ്യത്തിന്റെ പ്രധാനമന്ത്രിയെ സഭയിലേക്ക് കയറി വരുന്ന സമയത്ത് വലിച്ചു കീറാനായിട്ട് പ്ലാൻ ചെയ്യുക. 2-3 സ്ത്രീകൾ പ്ലാൻ ചെയ്യുക. അപ്പൊ ആ സ്ത്രീകളുടെ മാനത്തിന് ഒരു വിലയും കൽപ്പിച്ചിട്ടില്ല. ആ സ്ത്രീകളുടെ മാനത്തിന് ഒരു വിലയുമില്ല. സ്വയം ബ്ലൗസ് വലിച്ചു കീറുക മറ്റുള്ളവരുടെ മുമ്പില് സ്വന്തം ബ്ലൗസ് വലിച്ചു കീറി അപായപ്പെടുത്താൻ ശ്രമിച്ചു, അല്ലെങ്കിൽ പ്രധാനമന്ത്രി ആക്രമിക്കാൻ ശ്രമിച്ചു, മാനഭംഗപ്പെടുത്താൻ ശ്രമിച്ചു എന്ന് പറയുമ്പോ ഈ സ്ത്രീകളൊക്കെ എത്രത്തോളം തരം താണു എന്ന് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. ഇവർക്ക് വേണ്ടിയിട്ടാണോ ഈ ലോകത്ത് നിയമങ്ങൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്? ഈ സ്ത്രീകളുടെ മാനം രക്ഷിക്കാൻ വേണ്ടി, ഈ സ്ത്രീകളുടെ മാനം കാക്കാൻ വേണ്ടിയാണോ നമ്മുടെ നാട്ടിലെ സ്ത്രീകൾക്ക് വേണ്ടി മാത്രം ഒരുപാട് നിയമങ്ങൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്? ഇവർക്ക് എന്തിനാണ് മാനം? ഇവർക്ക് എന്തിനാണ് നിയമം? ഇങ്ങനെയുള്ള സ്ത്രീകൾക്കൊക്കെ എന്തിനാണ് ഇവരുടെ മാനം രക്ഷിക്കുന്നത്? എന്തിനാണ്? അവസാനം വേശ്യയുടെ ചരിത്ര പ്രസംഗം പോലെ ഈ അവസ്ഥകളിൽ എത്താനോ? എനിക്ക് മനസ്സിലാവുന്നില്ല. സ്വന്തം മാനാഭിമാനത്തിന് ഇത്ര വിലയെ കൽപ്പിച്ചിട്ടുള്ളൂ. ഏതെങ്കിലും ഒരു പുരുഷന്റെ മുൻപിൽ കയറി നിന്നിട്ട് ബ്ലൗസ് വലിച്ചു കീറിയാൽ അതോടുകൂടി തീർന്നു. അത്ര വിലയേ ഉള്ളൂ സ്ത്രീയുടെ മാനത്തിന്, അല്ലേ? അല്ലെങ്കിൽ എന്ത് മാനമല്ലേ? മേപ്പോട്ട് നോക്കിയാലല്ലേ മാനം, താഴേക്ക് നോക്കിയാൽ ഭൂമി. അപ്പൊ പിന്നെ ഈ മാനവും പിന്നെ അഭിമാനവും തമ്മിൽ എന്ത് വ്യത്യാസമുള്ളത്? മാനം എന്താണ്? ആകാശം. മേപ്പോട്ട് നോക്കിയാൽ ആകാശം, താഴേക്ക് നോക്കിയാൽ ഭൂമി. അതായിരിക്കും ഇവരൊക്കെ കണ്ടുപിടിച്ചിട്ടുള്ള മാനം. സ്വന്തം മാനാഭിമാനത്തിനൊന്നും ഒരു വിലയും കൽപ്പിക്കാത്ത ഈ വക എരണം കെട്ട സ്ത്രീകളെ ഞാൻ എന്തു പറഞ്ഞു വിളിക്കേണ്ടു എന്നുള്ളത് എനിക്ക് മനസ്സിലാവണില്ല. എന്താണെങ്കിലും ശരി, കോൺഗ്രസ് പാർട്ടി നിങ്ങൾക്ക് വച്ചടിക്ക് കയറ്റമാണ്. എന്തായാലും ആ വേണുഗോപാലന്റെയും ഈ രാഹുൽ ഗാന്ധിയുടെയും ഒക്കെ ഒരു ഫോട്ടോ എടുത്തിട്ട് നമ്മുടെ എന്താ പറയാ വീടുകളിൽ, എല്ലാവരുടെ വീടുകളിലും വെച്ചൊന്ന് വിളക്ക് വെച്ച് തൊഴേണ്ടതാണ്. കാരണം ദിവസം ഒരു വിഷയങ്ങൾ ഉണ്ടാക്കി തന്നുകൊണ്ടിരിക്കുകയല്ലേ. ഈ കാണിക്കുന്ന പൊട്ടത്തരങ്ങൾ മുഴുവനും, അതായത് കയ്യിലൊന്നും ഇല്ലാത്തവന്, യാതൊന്നും പറയാനില്ലാത്തവന് ഇതുപോലുള്ള നമ്പറുകളൊക്കെ ഇറക്കിയിട്ട് നാട്ടുകാരെ പറ്റിക്കേണ്ടി വരും. പക്ഷെ നാട്ടുകാർ ആ വക കാര്യങ്ങളൊക്കെ എങ്ങനെയെങ്കിലുമൊക്കെ മണത്തറിയും. കാരണം സോഷ്യൽ മീഡിയ എന്ന് പറയുന്നൊരു 13ാമത്തെ അവതാരം ഇവിടെ ഉള്ളപ്പോൾ പിന്നെ എങ്ങനെയാ മറയ്ക്കാൻ പറ്റുന്നത്? എങ്ങനെയാ ഒളിക്കാൻ പറ്റുന്നത്? ഇത്രയും പ്രായമായൊരു പ്രധാനമന്ത്രി രാപ്പകലില്ലാതെ ഉറക്കമൊഴിച്ച് 3-4 മണിക്കൂറാണ് അദ്ദേഹം ഉറങ്ങുന്നത്. ഇത്രയും വർഷങ്ങളായിട്ട് ഈ ഭാരതത്തിന് വേണ്ടിയിട്ട് കഷ്ടപ്പെടുന്ന ഒരു മനുഷ്യൻ, ഈ ഭാരതത്തിന് വേണ്ടി, ഈ ഒരു പ്രവാസിയായ ഞാന്
ഒരു പ്രവാസിയായ ഞാൻ അറിയുന്നു നമ്മുടെ നാടിന് മുന്ന് 10-15 വർഷം മുമ്പ് നമ്മുടെ ഇന്ത്യ എന്ന് പറയുമ്പോൾ, ഭാരതം എന്ന് പറയുമ്പോൾ എങ്ങനെയായിരുന്നു, ഇന്ന് എന്തായിരുന്നു എന്നുള്ളത് രണ്ടിന്റെ വ്യത്യാസം അറിയുന്ന ആളാ ഞാൻ. ഞാനാണ് പറയുന്നത്, എവിടെ പോയാലും ഇന്ന് ഭാരതം എന്ന് പറഞ്ഞാൽ, ഇന്ത്യ മഹാരാജ്യം എന്ന് പറഞ്ഞാൽ തലയുയർത്തി നിൽക്കാം. പ്രധാനമന്ത്രി നരേന്ദ്രമോദി എന്ന് പറഞ്ഞാൽ വാനോളം അഭിമാനമാണ്. ഈ സാധാരണക്കാരെ ഞങ്ങൾക്ക് പോലും അതിന്റെ വാല്യൂ മനസ്സിലാവുന്നു, വില മനസ്സിലാവുന്നു. എന്നിട്ട് പോലും ഈ ഗണ്ഡി കുടുംബത്തിൽ അവസാനം ഉണ്ടായ പൊട്ടന് ഒരു 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 എന്താ പറയാ, ഞാൻ ഇയാളെ പാർലേജി പൊട്ടന് മനസ്സിലാവുന്നില്ല, മോദി എന്താണെന്ന് അറിയുന്നില്ല. ഒരു പ്രധാനമന്ത്രിയോടുള്ള മിനിമം മര്യാദ. മോദി ആരോ ആവട്ടെ, ഏതോ രാഷ്ട്രീയമാവട്ടെ, പക്ഷെ അദ്ദേഹത്തെ ഈ കണ്ട ജനങ്ങൾ മുഴുവനും ഇത്രയും കോടി ജനങ്ങൾ മുഴുവൻ കൂടിയിട്ട് തെരഞ്ഞെടുത്തൊരു പ്രധാനമന്ത്രിയെ ബഹുമാനിക്കുക എന്ന് പറയുന്നത് പോലും അറിയാത്ത ഈ പൊട്ടൻ, ഈ പരമ പൊട്ടൻ, ഇവനാണോ ഇനി ഇന്ത്യ മഹാരാജ്യം ഭരിക്കാൻ പോകുന്നത്? ഇവനെങ്ങാനും ഇന്ത്യ മഹാരാജ്യത്തിന്റെ പ്രധാനമന്ത്രിയായ ഇന്ത്യക്കാർ മൊത്തത്തിൽ അങ്ങ് തീ കൊളുത്തി ചത്താ മതി, സത്യം. അല്ലാതെ ഇവൻ പ്രധാനമന്ത്രിയായിട്ടിരിക്കുന്ന രാജ്യത്ത് ജീവിക്കേണ്ടി വരില്ല. കാരണം അന്നേരം ശരീഅത്ത് വരും. കാരണം ഇവരൊക്കെ പിന്താങ്ങുന്ന, ഇവന്റെ വി ഡി സതീശനടക്കം പിന്താങ്ങുന്ന ജമാഅത്തെ ഇസ്ലാമി പോലുള്ള മതരാഷ്ട്രങ്ങളാണ് ഇവരൊക്കെ പിന്താങ്ങുന്നത്. അപ്പൊ ഇവരുടെയൊക്കെ ഭരണകാലത്ത് എന്തായാലും ഇതൊരു മുസ്ലിം കൺട്രിയായി മാറും, അതുറപ്പാണ്. അത് ജനങ്ങൾക്ക് നല്ല ബുദ്ധി ഉള്ളത് കൊണ്ടാണ് ഈ കാലം പോകെ പോകെ കാലം കൊടുത്ത മറുപടി പോലെ ഇപ്പോ ഇദ്ദേഹം നന്നായിട്ട് പ്രധാനമന്ത്രിയായി ഭരിച്ച് ഇത്രയും കാലം എത്തിച്ചത്. പലതരത്തിലും ചതിക്കാനും കൊല്ലാനും നോക്കിയിട്ടും കിട്ടിയിട്ടില്ല. മുകളിലുള്ള ആള് വിചാരിക്കണ്ടേ, പണവും സ്ഥാനവും രാഷ്ട്രീയവും എല്ലാ തരത്തിലുള്ള തക്കട തരികട പരിപാടികളും കയ്യിലുണ്ടായാലും ഒരു ഈശ്വര വിശ്വാസം എന്നൊന്നുണ്ടല്ലോ, നമ്മൾ എല്ലാവരും വിശ്വസിക്കുന്ന ഒരു പ്രകൃതിയുടെ ശക്തി. ആ ഒരു ശക്തി കാത്തു രക്ഷിക്കുകയാണ് അദ്ദേഹത്തിനെ. കാരണം കാലമാണ് നമ്മുടെ ഭാരതത്തിന് കാലം കൊടുത്ത മറുപടിയാണ് നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ആ ശക്തിയെ തുടച്ചു മാറ്റാനായിട്ട് ഈ ഞാഞ്ഞൂള് വിചാരിച്ചാൽ സാധിക്കുമോ? എന്നാൽ ഈ പറയുന്ന ഗണ്ഡി കുടുംബത്തിന്റെ ശാപമോ? ഗണ്ഡി കുടുംബം കാലങ്ങളായിട്ട് ഭാരതത്തെ പറ്റിച്ച്, ഭാരതത്തിലെ ജനങ്ങളെ മുഴുവനും പറ്റിച്ച് സ്വാതന്ത്ര്യ സമരത്തിനടക്കം പങ്കെടുത്ത നേതാക്കന്മാരെ ചതിച്ചു കൊന്ന്, ജയിലിലടക്കാൻ പറ്റുന്നവരെ മുഴുവൻ ജയിലിലടച്ച് കുടുംബവാഴ്ചയാക്കി മാറ്റി, അതിന്റെ മഹാശാപവും പേറിയിട്ടാണ് ഇങ്ങനൊരു പൊട്ടൻ ആ തലമുറയുടെ അവസാനം ജനിച്ചത്. തലയ്ക്ക് വെളിവുമില്ല, തലച്ചോറ് വർക്കുകയില്ല. അങ്ങനത്തെ ഒരു പരമ പൊട്ടൻ, ഈ പരമ പൊട്ടൻ ഒരു രാഷ്ട്രീയ നേതാവാണെങ്കിൽ ബാക്കിയെല്ലാം നമുക്ക് മാറ്റിവെക്കാം. പ്രധാനമന്ത്രി, ഒരു രാജ്യത്തിന്റെ പ്രധാനമന്ത്രിയെ മിനിമം ഒരു രാജ്യത്തിന്റെ പ്രധാനമന്ത്രിയെ ബഹുമാനിക്കുക എന്നുള്ള ഒരു ഡിഗ്നിറ്റി, മിനിമം ഒരു ഡിഗ്നിറ്റി കീപ്പ് ചെയ്യുക, അതുപോലും അറിയാത്തൊരു പൊട്ടനാണ്. കഷ്ടമെന്നല്ലാതെ എന്തു പറയട്ടെ? പൊന്നു പൊട്ട, രാഹുൽ പൊട്ട, പൊന്നു കോൺഗ്രസ്സുകാരെ, ഈ പറയുന്ന കോൺഗ്രസ്സുകാരെന്ന് പറയുന്ന അവർക്ക് പെണ്ണുങ്ങളുടെ മാനത്തിനൊന്നും വലിയ അഭിമാനമല്ല, വിലയൊന്നും കാണില്ല. കാരണം എന്താ വെച്ചാല് കോൺഗ്രസ് തുറന്നു വിടുന്നതും കോഴിക്കോട് തുറന്നു വിടുന്നതും ഇപ്പൊ ഏകദേശം ഒരുപോലെയാണ് കുറെ കാലങ്ങളായിട്ട്. സത്യമാണ്. കോൺഗ്രസിന്റെ മീറ്റിങ്ങോ അല്ലെങ്കിൽ കോൺഗ്രസിന്റെ പരിപാടികളോ നടക്കുന്നതും കോഴിക്കോട് തുറക്കുന്നതും ഒരേപോലെയാണ്. ഫുൾ കോഴികളാണ്. വേണുഗോപാലൻ കോഴി, ഈ പറയുന്ന കൂടെയുള്ള സർവത്ര കോഴികള്. അപ്പൊ അങ്ങനെയുള്ള കോഴികൾ മുഴുവനും നടക്കുമ്പോ അതിനകത്തുള്ള പെണ്ണുങ്ങൾക്കൊന്നും വലിയ മാനത്തിന് വലിയ വിലയൊന്നും കാണില്ല. കാരണം അവരുടെ സ്വഭാവമല്ലേ അവർക്ക് കാണിക്കാൻ പറ്റുള്ളൂ. അപ്പൊ ബ്ലൗസൊക്കെ വലിച്ചു കീറാൻ പറയും. അത്രയാണ് അവരുടെ ആ ഒരു എക്സ്പീരിയൻസും അവരുടെ അനുഭവവും അങ്ങനെയാണ്. അതുകൊണ്ട് സ്ത്രീകളുടെ മാനത്തിനൊന്നും വലിയ വിലയൊന്നും കാണില്ല. ആരുടെ മുന്നിൽ വെച്ചിട്ട് ബ്ലൗസ് എന്നല്ല അണ്ടർവെയർ വലിച്ചു കീറിയാലും അത് പൊക്കി കാണിച്ചാലും അവരെ സംബന്ധിച്ച് ദാറ്റ്സ് എന്താ പറയാ, സാധാരണയാണ്. കാരണം ഇതൊക്കെ അഴിക്കുക എന്ന് പറഞ്ഞാല് സാധാരണ പറയില്ലേ, പുരുഷന്മാരുടെ മാനം സ്ത്രീകളുടെ എവിടെയാണെന്നാ പറയാ. ഞാനത് പറയുന്നില്ല, പറയാൻ കൊള്ളില്ല, അതുകൊണ്ടാ. അപ്പൊ അതുകൊണ്ട് സ്ത്രീ എന്നും പുരുഷന്റെ മാനം കാക്കാനുള്ളവരാണ്. അപ്പൊ ഇവിടെ നേരെ തിരിച്ചാണ്, പുരുഷനെ ചതിക്കാനായിട്ട് ഇന്ന് അങ്ങനെയാണ്. ഇന്നത്തെ ഒരു ജീവിത രീതിയും ഇന്നത്തെ ഒരു പ്ലാനുകളും ഇന്നത്തെ ഒരു ചിന്താഗതികളൊക്കെ എവിടെ പുരുഷനെ വെട്ടി വീഴ്ത്താം അവിടെയാണ് സ്ത്രീ, അതിനുള്ള ആയുധമാണ് സ്ത്രീ. പുരുഷനെ നടനാലും തല്ലി വീഴിക്കാനും ഈ പറയുന്ന പീഡനം എന്ന പേരിൽ പരാതി കൊടുത്ത് കുഴി ചാടിക്കാനും ലക്ഷങ്ങൾ പിടുങ്ങാനും, ജനാധിപത്യത്തിന്റെ ശ്രീകോവിൽ എന്ന് പറയുന്ന ആ ഒരു സ്ഥലത്ത് പ്രധാനമന്ത്രിയെ
പ്രധാനമന്ത്രിയെ നാണം കെടുത്താനും ഇപ്പൊ എല്ലാത്തിനും ഉപയോഗിക്കുന്ന വലിയൊരു അണുബോംബൊക്കെ മാറി നിൽക്കണം, ആ ലെവലിലേക്ക് സ്ത്രീകൾ മാറിയിട്ടുണ്ട്. ആറ്റം ബോംബും അണുബോംബും ഒന്നും തോറ്റു പോകുന്ന ആ ലെവലിലോട്ട് സ്ത്രീകൾ മാറിയിട്ടുണ്ട്. എന്താണ് കാലത്തിന്റെ ഒരു പോക്ക്? അപ്പോ ആരോ എന്നെ വിളിക്കുന്നുണ്ട്, സോറി. അപ്പൊ ഇത്രയും കാര്യങ്ങൾ എനിക്ക് നിങ്ങളോട് പറയണമായിരുന്നു. എന്തായാലും ഒരുപാട് ലേറ്റായി, ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുകയാണ്. എന്തായാലും കോൺഗ്രസ്സുകാരെ, നിങ്ങൾക്ക് ഭാവിയുണ്ട്, ഇങ്ങനെ തന്നെ പോട്ടെ കാര്യങ്ങൾ, വളരെ നന്നായിരിക്കട്ടെ കാര്യങ്ങൾ. വെരി ഗുഡ്. കോൺഗ്രസ്സുകാർക്ക് നല്ല ഭാവിയുണ്ട്, പൊട്ടനും. നിങ്ങൾ ഇനി ഇതുപോലെ തന്നെ മുന്നോട്ട് പോകും. അപ്പൊ നമുക്കിവിടെ വലിയ ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവാണ്ട് ഭരിച്ചു പോവാം. എല്ലാവർക്കും ശുഭരാത്രി, ശുഭനിദ്ര.